ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലെ ഒരു അടിപൊളി വെള്ളച്ചാട്ടത്തിലാണ്. എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് എറണാകുളം ജില്ലയിലെ അരീക്കൽ വാട്ടർഫാൾ. എറണാകുളത്ത് നിന്ന് കൂത്താട്ടുകുളം റോഡ് വഴി സഞ്ചരിച്ച് നമുക്ക് അരീക്കൽ വാട്ടർഫാളിലേക്ക് എത്താം. മൂവാറ്റുപുഴ ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ നേരെ പാമ്പാക്കുടയിലേക്ക് എത്തിച്ചേരുക. ഇവിടെ നേരെ വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ പേ ആൻഡ് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നേരെ 20 രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 10 വയസ്സിന് മുകളിലേക്ക് ഉള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കേണ്ടിയുണ്ട്. എറണാകുളത്ത് തന്നെ ഏറ്റവും സേഫായിട്ട് കുളിക്കാൻ പറ്റുന്നൊരു വെള്ളച്ചാട്ടമാണ് ഈ അരീക്കൽ വെള്ളച്ചാട്ടം. അപ്പോൾ അതുകൊണ്ട് കുട്ടികളായിട്ട് വന്നാൽ വരെ നമുക്ക് സേഫായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ സാധിക്കും. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ഫ്രണ്ട്സ്. ഇവിടെ നമ്മൾ അകത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ കുറേ ബോർഡുകളും കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ വരുന്ന കുളിക്കുന്നവരെ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നേരെ അകത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ നേരെ താഴത്തേക്ക് ഒരു 50 സ്റ്റെപ്പുകളോടെ ഇറങ്ങി വന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാനായിട്ട്. ആനയടിക്കുത്ത് വാട്ടർഫാളിനും തൊമ്മൻകുത്ത് വാട്ടർഫാളിലൊക്കെ പോകുന്ന പോലത്തെ ഒരു വഴിയല്ല, അത്യാവശ്യം നല്ലൊരു വഴിയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോകുന്നവർക്കറിയാം ഇങ്ങനെ ഇതുപോലെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നടന്നു പോകാനും കാര്യങ്ങളുള്ള സ്റ്റെപ്പും പിന്നെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മാത്രമായിട്ട് പ്ലാൻ ചെയ്തു. കാരണം ഇവിടെ നമുക്ക് രാവിലെ വന്ന് കുളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗുഹയുണ്ട്, കൊച്ചരിക്കൽ കേവ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററോളം അങ്ങനെ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് നേരെ ഇറങ്ങി വരുമ്പോൾ തന്നെ വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നേരെ ഇവിടെ നിന്ന് താഴത്തേക്ക് വെള്ളച്ചാട്ടത്തിനകത്ത് നമ്മൾ ഇറങ്ങുവാണ്. ഇവിടെ വരുന്നവർ കൂടുതൽ മഴയുള്ള സമയങ്ങളിൽ വരാൻ ശ്രമിക്കുക. കാരണം മഴക്കാലം ടൈമിനൊക്കെ ആയിരിക്കും ഇവിടെ കൂടുതൽ വെള്ളം ഉണ്ടാകുന്നത്. വേനൽക്കാലത്തൊക്കെ നമ്മൾ വറ്റി ഉണങ്ങിയായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ഇതേ ഒരു ഭംഗിയിലൊന്നും ഈ സ്ഥലം ആസ്വദിക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളമായിരിക്കും. കാരണം സേഫായിട്ട് മഴക്കാലത്താണെങ്കിലും സേഫായിട്ട് കുളിക്കാൻ പറ്റുന്നൊരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ എറണാകുളത്ത്. എറണാകുളം ജില്ലയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്ററാണ് അരീക്കൽ വാട്ടർഫാളിലേക്കുള്ളത്. എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായൊരു വെള്ളച്ചാട്ടം കൂടിയാണ് ഈ അരീക്കൽ വാട്ടർഫാൾ. അപ്പോൾ നേരെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഓരോ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് കുളിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അധികം ആഴവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ അവിടെ നമുക്കൊരു ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. പിന്നെ അവിടെ ഗ്രില്ലും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളായിട്ട് കുളിക്കുമ്പോൾ. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നേരെ ഇവിടെ വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചെറിയ ചായക്കട കാണാം. അവിടെയാണ് നമുക്ക് ഒരു ചായ കുടിക്കാനും കാര്യങ്ങൾ, ആ ഒരു കട മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുളിക്കാനുള്ള തോർത്തും കാര്യങ്ങളൊക്കെ മേടിച്ചത്. തോർത്തും പിന്നെ നിക്കറൊക്കെ ഇവിടെ ലഭിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുളിക്കാനുള്ള പ്ലാനിലൂടെ ഒന്നും അല്ല വന്നത്. അപ്പോൾ ഇവിടെ വന്ന് തോർത്തൊക്കെ കണ്ടോന്ന് ഞങ്ങൾ മേടിച്ച് കുളിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനുള്ള റൂമും കാര്യങ്ങളും അത്ര വലിയ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രസ്സ് മാറാനുള്ള റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോ നവീകരണ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഡ്രസ്സിങ് റൂമോ എന്തോ കാര്യങ്ങളൊക്കെ പണിഞ്ഞ് നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഗ്രില്ല് പോലെ കെട്ടിയേക്കണതിൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ഭംഗി, നല്ല അടിപൊളിയായിട്ടൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നോക്കുക, ഏറ്റവും മുകളിൽ നിന്ന് വെള്ളമൊക്കെ ഒഴുകി വന്ന് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഈ മഴക്കാലങ്ങളിൽ ഇത്രയും കൂടി ഭംഗി കൂടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വരുന്നൊരു മഴക്കാല ടൈമിലൊന്നും അല്ല, എന്നാലും അത്യാവശ്യം വെള്ളവും കാര്യങ്ങളുണ്ട്. മഴക്കാലം കഴിഞ്ഞ് നിരവധി സഞ്ചാരികളാണ് നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരുന്നത്. പിന്നെ സൺഡേ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനൊരു ഇട ദിവസം വന്നുകൊണ്ടാണ് ഈ തിരക്കും കാര്യങ്ങളൊക്കെ കുറവുള്ളത്. അപ്പോൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി സ്പോട്ടാണ് ഈ അരീക്കൽ വാട്ടർഫാൾ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന റൂട്ടാണെങ്കിൽ തന്നെ അടിപൊളിയായിട്ടുള്ള റൂട്ടാണ്. കാരണം 2 വശവും റബ്ബർ കാടുകളും നടുക്കൊരു റോഡൊക്കെ ആയിട്ട് നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ഓക്കെ, ബൈ.